ഹായ്, ഹലോ. നമുക്ക് സെൻട്രൽ ഇസ്ലാമിക് ലാൻഡിന്റെ കണ്ടിന്യൂവേഷൻ ആണ് ഇന്നും. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ക്രൂസൈഡ്സ് എന്ന് പറയുന്ന ഒരു വലിയ ടോപ്പിക്ക് പഠിച്ചായിരുന്നു. അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയ ഒരു ടോപ്പിക്കാണെന്ന് നേരെ പറഞ്ഞായിരുന്നു അല്ലേ. ക്രൂസൈഡ്സ് എന്താണ്? ക്രൂസൈഡ്സ് എന്ന് പറഞ്ഞു, ക്രിസ്ത്യൻസും മുസ്ലിംസും തമ്മിലുണ്ടായിരുന്ന ഹോളി വാർ ആണ് അല്ലേ. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അതിനകത്തുള്ള പേരുകളൊന്നും മറന്നു പോരുത്, ഒന്നുകൂടെ ഓർമ്മിച്ച് വിടുകയാണ്. ഒന്ന്, ക്രിസ്ത്യാനിറ്റിക്ക് വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്ത രാജാവ് അല്ലെ, അലക്സിയസ്. അദ്ദേഹത്തോടൊപ്പം നിന്ന പോപ്പുണ്ട്. ആരാണ്? പോപ്പ് അർബൻ സെക്കൻഡ് അല്ലെ. അദ്ദേഹമാണ് ഈ പറയുന്ന ഒരു ഹോളി വാറിന് വേണ്ടിയിട്ട് ആഹ്വാനം ചെയ്യുന്നത് അല്ലെ. വിശുദ്ധ യുദ്ധത്തിന് വേണ്ടിയിട്ട് അദ്ദേഹമാണ് ആഹ്വാനം ചെയ്യുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് മുസ്ലിംസിന് വേണ്ടിയിട്ട് വാർ ഫൈറ്റ് ചെയ്തൊരു വളരെ ബ്രേവ് ആയിട്ടുള്ള ഒരു വാരിയർ, ഒരു രാജാവിനെ കുറിച്ച് നമ്മൾ പറഞ്ഞായിരുന്നു അല്ലെ. അതാണ് സലാഡിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ ക്രൂസൈഡ്സും അതിന്റെ പ്രത്യേകതകളും ഒക്കെ അറിഞ്ഞേക്കുക. ഫസ്റ്റ് ക്രൂസൈഡ്സ് എന്ന് പറയുന്നത് ക്രിസ്ത്യാനികളുടെ വിജയമായിരുന്നു. എന്നാൽ സെക്കൻഡ് ക്രൂസൈഡ് അല്ലെ, എഡീസ് എന്ന് പറയുന്ന പോർട്ടൊക്കെ തിരിച്ചു പിടിച്ചു, ജെറൂസലേമൊക്കെ എന്ത് ചെയ്തു? മുസ്ലിംസ് തിരിച്ചു പിടിച്ചു. തേർഡ് ക്രൂസൈഡ് എന്ന് പറയുന്നത് ക്രിസ്ത്യൻസിന്റെ ചെറിയ വിജയമായി മാത്രം കണക്കാക്കുന്നു. കാരണം വാറിൽ അവർ ജയിച്ചില്ല, എന്നാൽ അവർക്ക് തീർത്ഥാടനത്തിനുള്ള അനുമതി കിട്ടി അല്ലെ. സലാഡിൻ അതിനുള്ള അനുമതി എന്ത് ചെയ്തു? ക്രിസ്ത്യൻസിന് കൊടുത്തു. അതുകൊണ്ട് ഒരു ചെറിയ വിജയമായിട്ട് കണക്കാക്കുന്നു. നാലാമത്തെ ക്രൂസൈഡ്സ് വീണ്ടും എന്ത് ചെയ്തു? ക്രിസ്ത്യാനികൾ തോക്കുകയാണ്. ഓക്കെ, അതുവരെയൊക്കെ നമ്മൾ പറഞ്ഞു നിർത്തി. ഇനി വരുന്നത് അഗ്രികൾച്ചർ ആണ്. അതായത് ഈ പറയുന്ന ഇസ്ലാമിക് ലാൻഡ് അല്ലെങ്കിൽ അവരുടെ എംപയറിനകത്ത് കൃഷിക്കുണ്ടായിരുന്ന ഇമ്പോർട്ടൻസ് എന്താണ് എന്നുള്ളതാണ്. ഓക്കെ, അഗ്രികൾച്ചർ തന്നെ ആയിരുന്നു അവിടുത്തെ പ്രൈമറി ആക്ടിവിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, പ്രൈമറി ആക്ടിവിറ്റി ആയിട്ട് കൺസിഡർ ചെയ്യുന്ന, അല്ലെങ്കിൽ എല്ലാവരുടെയും മെയിൻ ആയിട്ടുള്ള അവിടെ 80% കൂടുതൽ ആൾക്കാർ അല്ലെ, കൂടുതൽ പേരും എൻഡൾജ് ചെയ്തിരുന്നതെന്ന് പറയുന്നത് അഗ്രികൾച്ചർ തന്നെയാണ്. കൃഷി തന്നെയായിരുന്നു അവരുടെ മെയിൻ ആയിട്ടുള്ള തൊഴിൽ എന്ന് പറയുന്നത്. ഓക്കെ, അതൊന്ന്. രണ്ട്, പുതിയതായിട്ട് പിടിച്ചെടുക്കുന്ന സ്ഥലങ്ങളുണ്ട് അല്ലെ. പുതിയതായിട്ട് പിടിച്ചെടുക്കുന്ന സ്ഥലങ്ങളിലും ഈ പറഞ്ഞതുപോലെ അഗ്രികൾച്ചർ എന്ന് പറയുന്നത് വ്യാപിപ്പിക്കാൻ അവർ ശ്രമിച്ചു. അതായത് ഇപ്പോൾ ഒരു യുദ്ധം നടന്നു, പുതിയൊരു ടെറിട്ടറി പിടിച്ചെടുക്കുകയാണ്. ആ ടെറിട്ടറി പിടിച്ചെടുത്ത് കഴിഞ്ഞാൽ അവിടെ എന്ത് ചെയ്തു? അഗ്രികൾച്ചറിന് അവർ പ്രോമിനൻസ് കൊടുത്തു. ന്യൂലി ക്യാപ്ചേർഡ് ടെറിട്ടറീസിലും എന്ത് ചെയ്തു? അഗ്രികൾച്ചറിന് പ്രോമിനൻസ് കൊടുത്തു. ഇനി ഈ ലാൻഡ്, അതായത് അഗ്രികൾച്ചറൽ ലാൻഡുകളെല്ലാം കൺട്രോൾ ചെയ്തിരുന്നത്, അല്ലെങ്കിൽ ഇറ്റ് വാസ് അണ്ടർ ദ ഡയറക്റ്റ് കൺട്രോൾ ഓഫ് സ്റ്റേറ്റ്. സ്റ്റേറ്റിന്റെ തന്നെ അധികാരത്തിലായിരുന്നു അല്ലെങ്കിൽ അധീനതയിലായിരുന്നു ലാൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ലാൻഡിൽ നിന്ന് കിട്ടുന്ന റവന്യൂ തന്നെയാണ് ഗവൺമെന്റിന്റെ മെയിൻ ഇൻകം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ രാജാവിന്റെയോ സ്റ്റേറ്റിന്റെയോ ഒക്കെ മെയിൻ ഇൻകം എന്ന് പറയുന്നത് ലാൻഡ് റവന്യൂ തന്നെയാണ്. ഓക്കെ, ലാൻഡിൽ നിന്ന് കിട്ടിയിരുന്ന റവന്യൂ തന്നെയായിരുന്നു അവരുടെ മെയിൻ സോഴ്സ് ഓഫ് ഇൻകം. അതുകൊണ്ട് തന്നെ എല്ലാ അഗ്രികൾച്ചറൽ ലാൻഡുകളും ഡയറക്റ്റ് ആയിട്ട് ആര് കൺട്രോൾ ചെയ്തിരുന്നു? രാജാവ് അല്ലെങ്കിൽ സ്റ്റേറ്റ് എന്ന് പറയണം. ഓക്കെ, ഇനി അതുപോലെ തന്നെ ടാക്സേഷന്റെ കാര്യം പറയുമ്പോൾ അതിൽ മിക്കവാറും ഏതാണ്ട്, അതായത് നോൺ മുസ്ലിംസിന് അടക്കേണ്ടിയിരുന്ന ടാക്സ് എന്ന് പറയുന്നത് കുറച്ച് കൂടുതലായിരുന്നു. ഒരു നോൺ മുസ്ലിം ആയിട്ടുള്ള ഒരാളുടെ കയ്യിൽ ഒരു അഗ്രികൾച്ചറൽ ലാൻഡ് ഉണ്ടെങ്കിൽ അതിന് അദ്ദേഹം ഏതാണ്ട് 1/5 ഒക്കെ ടാക്സ് അടയ്ക്കണം. ഓക്കെ, അങ്ങനെ അടച്ചിരുന്ന ടാക്സിന് പറയുന്ന ഒരു പേരുണ്ട് ഖരാജ്. ഖരാജ് എന്ന് പറയും. ഓക്കെ, ഖരാജ് എന്ന് പറയുന്ന ടാക്സ് ഇറ്റ് വാസ് പെയ്ഡ് ബൈ നോൺ മുസ്ലിംസ് ഫോർ ദ അഗ്രികൾച്ചറൽ ലാൻഡ്. ഓക്കെ, കൃഷി സ്ഥലങ്ങൾക്ക് മുസ്ലിം അല്ലാത്ത ആൾക്കാർ അടച്ചിരുന്ന ടാക്സ് ആണ് ഇത് ഖരാജ് എന്ന് പറയുന്നത്. അത് 1/5 വരെ അടക്കേണ്ടി വരും. ഓക്കെ, ഇനി അതേ സമയത്ത് മുസ്ലിംസ് ആണെങ്കിൽ അവർക്കും ടാക്സ് അടയ്ക്കണം, പക്ഷേ ഇത്രയും പെർസെൻറ്റേജ് ഇല്ല. ഓക്കെ, അവർക്ക് 1/10 ഒക്കെ അടച്ചാൽ മതി. എന്ന് പറഞ്ഞാൽ അവർക്ക് ടാക്സേഷൻ കുറവാണ്. അപ്പോൾ മുസ്ലിംസ് പേരുന്ന ടാക്സിന് പറയുന്ന ഒരു പേരുണ്ട് അഷർ, USHR, അഷർ എന്ന് പറയുന്ന ഒരു ടാക്സ്. അപ്പോൾ ഖരാജ് എന്ന് പറയുന്ന നോൺ മുസ്ലിംസ് അടയ്ക്കുന്നത്, മുസ്ലിംസ് അടയ്ക്കുന്നതാണെങ്കിൽ അഷർ എന്ന് പറയുന്ന ടാക്സ് ആണ്. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞതുപോലെ മുസ്ലിംസിന് ടാക്സ് കുറവും നോൺ മുസ്ലിംസിന് കുറച്ച് ടാക്സ് കൂടുതലുമാണ് അല്ലെ. അങ്ങനെ വന്നപ്പോൾ ഈ ടാക്സേഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ആൾക്കാരെല്ലാം കൂടെ എന്ത് ചെയ്തു? ഇസ്ലാം മതത്തിലേക്ക് കൺവേർട്ട് ആയി. അതായത് മുസ്ലിം മതത്തിലോട്ട് ആൾക്കാർ എന്ത് ചെയ്തു? ബാക്കിയുള്ള മതങ്ങളിലുള്ള ആൾക്കാരും മുസ്ലിംസ് ആയിട്ട് കൺവേർട്ടായി മാറാൻ തുടങ്ങി. എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റിന് ഒരു പ്രശ്നം പറ്റും. എന്താണ്? ഇപ്പോൾ മുസ്ലിംസ് ആയി കഴിഞ്ഞാൽ അത്രത്തോളം ടാക്സ് അടയ്ക്കണ്ട, അത് അവർക്ക് സൗകര്യമായി. പക്ഷേ സ്റ്റേറ്റിന്റെ വരുമാനം എന്ത് ചെയ്തു? അതനുസരിച്ച് കുറയാൻ തുടങ്ങി. ഓക്കെ, അങ്ങനെ പിന്നെ ഈ പറഞ്ഞതുപോലെ മുസ്ലിംസ് നോൺ മുസ്ലിംസിന് ഡിഫറെന്റ് ആയിട്ടുള്ള ടാക്സേഷൻ എന്ന് പറയുന്ന പദ്ധതി എടുത്ത് കളഞ്ഞു. എന്നിട്ട് എന്ത് ചെയ്തു? എല്ലാവർക്കും യൂണിഫോം ആയ ടാക്സേഷൻ കൊണ്ടുവന്നു. അല്ലെങ്കിൽ കൈ നിൽക്കത്തില്ലെന്ന് മനസ്സിലായി അല്ലെ. ഈ പറഞ്ഞ പോലെ ആൾക്കാരെല്ലാം ഇസ്ലാമിലേക്ക് കൺവേർട്ട് ആയി കഴിഞ്ഞാൽ ഇസ്ലാംസ് അടയ്ക്കുന്ന ടാക്സ് എന്ന് പറയുന്നത് കുറവാണ് അല്ലെ. അപ്പോൾ ഉള്ള ജനങ്ങളെല്ലാം ഇസ്ലാമിക് മതത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്ത് പറ്റും?
സ്റ്റേറ്റിന്റെ റവന്യൂ കുറയും. അതുകൊണ്ട് എന്ത് ചെയ്തു, ഈ പറഞ്ഞതുപോലെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ടാക്സേഷൻ എടുത്ത് മാറ്റി എല്ലാവർക്കും ഒരേ രീതിയിലുള്ള ടാക്സേഷൻ കൊടുത്തു. ഓക്കെ, അപ്പോൾ ഇത്രയാണ് അഗ്രികൾച്ചറിന്റെ ഒരു ബേസിക് ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത്. പിന്നെ ഉള്ളത് ഈ പറഞ്ഞ പോലെ അഗ്രികൾച്ചറിന്റെ വ്യാപനത്തിന് വേണ്ടിയിട്ട് അവിടെ ഉണ്ടായിരുന്ന ഗവൺമെന്റ് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഖലീഫമാരോ ഒക്കെ എന്ത് ഇമ്പോർട്ടൻസ് ആണ് കൊടുത്തിരുന്നതെന്നും അതിന് വേണ്ടിയിട്ട് എന്തൊക്കെ പദ്ധതികളാണ് കൊണ്ടുവന്നതെന്നുള്ളതാണ് നമുക്കിനി അറിയേണ്ടത്. ഓക്കെ, അതിനകത്ത് വരുന്നതെന്ന് പറയുന്നത് ഒന്ന്, സ്റ്റേറ്റ് തന്നെ മാക്സിമം അഗ്രികൾച്ചറിന് വേണ്ട ഫണ്ടുകളെല്ലാം കൊടുത്തിരുന്നു. ഓക്കെ, അതായത് അഗ്രികൾച്ചർ വ്യാപിപ്പിക്കാനുള്ള ഫണ്ട്, ഇറിഗേഷൻ ജലസേചനത്തിനുള്ള ഫണ്ട് കൊടുക്കും, അതുപോലെ കനാലുകൾ, ടാങ്കുകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തു, നിർമ്മിക്കാൻ തുടങ്ങി. അതെല്ലാം സ്റ്റേറ്റ് തന്നെ ഫണ്ട് ചെയ്ത് സ്റ്റേറ്റ് തന്നെ അതെല്ലാം ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ അഗ്രികൾച്ചറിനെ വളരെയധികം സപ്പോർട്ട് ചെയ്യുന്ന സ്റ്റേറ്റ് ആണ് ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തതെന്ന് പറയുന്നത് വളരെയധികം ടെക്നോളജീസ് ഒന്നും അഗ്രികൾച്ചറിൽ ആ കാലത്ത് നിലവിൽ വന്നിരുന്നില്ല. ഓക്കെ, അതായത് ഒരുപാട് ടെക്നോളജിക്കൽ ഡെവലപ്മെന്റ് ഒന്നും ഇല്ലായിരുന്നു. ടെക്നോളജിക്കൽ ഡെവലപ്മെന്റ് ഇല്ലാഞ്ഞിട്ട് കൂടിയും ഇവിടെയുള്ള അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഹൈ ആയിരുന്നു. അത് രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ്. ഒന്നെന്ന് പറയുന്നത് സ്റ്റേറ്റ് എടുക്കുന്ന എഫേർട്ടും ഉണ്ട്, അല്ലെങ്കിൽ സ്റ്റേറ്റ് കൊടുക്കുന്ന സപ്പോർട്ടും ഉണ്ട്. രണ്ടെന്ന് പറയുന്നത് ഇവിടെയുള്ള ഫാമേഴ്സ് എന്ന് പറയുന്നത് വളരെ പ്രൊഡക്റ്റീവായിരുന്നു. ഓക്കെ, നന്നായിട്ട് അധ്വാനിക്കുന്ന, നല്ല പ്രൊഡക്ഷൻ ഉണ്ടാക്കണം എന്ന് തന്നെ കരുതി അധ്വാനിക്കുന്ന ഒരുപാട് ഫാർമേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ പറയുന്ന രണ്ട് ഫാക്ടേഴ്സ് കൊണ്ടും എന്തു പറ്റി, അഗ്രികൾച്ചറിന്റെ പ്രൊഡക്ഷൻ വല്ലാതെ കൂടി. ഓക്കെ, വലിയ ടെക്നോളജിക്കൽ ഡെവലപ്മെന്റ് ഒന്നും ഇല്ലാഞ്ഞിട്ട് കൂടിയും ആ പ്രൊഡക്ഷൻ എന്ത് ചെയ്തു, കൂടി എന്നുള്ളതാണ്. ഓക്കെ, പിന്നെ വരുന്നതെന്ന് പറയുന്നത് ഈ പറഞ്ഞതുപോലെ മിക്കവാറും ഉള്ള ലാൻഡ് സ്റ്റേറ്റ് തന്നെ എന്ത് ചെയ്യും, ഇപ്പോൾ ലാൻഡ് ഇല്ലാത്ത ആൾക്കാർക്കൊക്കെ സ്റ്റേറ്റ് തന്നെ ലാൻഡ് കൊടുക്കും. എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ലാൻഡ് കൂടി എന്ത് ചെയ്യാം, ലാൻഡ് ചുമ്മാ കിടക്കുന്നതിനേക്കാളും ആർക്കെങ്കിലും കൊടുത്താൽ എന്ത് ചെയ്യും, അവർ കൃഷി നടത്തും. അല്ലെ, കൃഷി നടക്കുന്നത് പ്രൊഡക്ഷൻ കൂടുക എന്ന് പറയുന്നത് രാജ്യത്തിന് തന്നെ നല്ലതാണ്, അവരുടെ എംപയറിന് തന്നെ നല്ലതാണ്. അതുകൊണ്ട് എന്ത് ചെയ്തു, സ്റ്റേറ്റ് തന്നെ ലാൻഡ് ഡിസ്ട്രിബ്യൂഷനൊക്കെ നടത്തിയിരുന്നു. അതോടൊപ്പം ഈ പറഞ്ഞതുപോലെ ലാൻഡിൽ കൃഷി ചെയ്യുകയാണെങ്കിൽ ആ ലാൻഡിന് ടാക്സ് കുറച്ചു കൊടുക്കുന്ന ഒരു പദ്ധതി ഇവിടെ കൊണ്ടുവന്നു. ഓക്കെ, എന്ന് പറഞ്ഞാൽ ലാൻഡ് വെറുതെ ഇട്ടിരിക്കുന്നവർക്ക് ടാക്സ് കൂടുതലായിരിക്കും. അതേസമയത്ത് ഒരു ലാൻഡ് ഉണ്ടാവുകയും ആ ലാൻഡിൽ തന്നെ അഗ്രികൾച്ചറിന്റെ പ്രൊഡക്ഷൻ നടത്തുകയും ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യും, സ്റ്റേറ്റ് അങ്ങനെയുള്ള ലാൻഡുകൾക്ക് ടാക്സ് കുറച്ച് കൊടുക്കാൻ തുടങ്ങി. അപ്പൊ അതും എന്ത് ചെയ്തു, ആൾക്കാരെ കൃഷിയിലേക്ക് കൊണ്ടുവരാൻ തുടങ്ങി. അല്ലെ, ലാൻഡ് ചുമ്മാ ഇട്ടിരുന്നാൽ എന്ത് ചെയ്യണം, ടാക്സ് കൂടുതൽ അടയ്ക്കണം. അതേസമയത്ത് കൃഷി ചെയ്താൽ രണ്ട് കാര്യങ്ങളുണ്ട്. അല്ലെ, കൃഷിയുടെ പ്രൊഡക്ഷൻ കിട്ടി, ടാക്സ് കുറയുകയും ചെയ്യും. അപ്പോൾ സ്റ്റേറ്റ് എന്ന് പറയുന്നത് അഗ്രികൾച്ചറിനെ വല്ലാതെ സപ്പോർട്ട് ചെയ്തെന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അതോടൊപ്പം കുറച്ച് കാര്യങ്ങളിലൂടെ ഉള്ളത് അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ ആണ്. പിന്നെ നമ്മൾ അറിയേണ്ടത് അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് മെയിൻ ആയിട്ടും ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന കുറേ സാധനങ്ങൾ ഇവർ യൂറോപ്യൻ കൺട്രികളിലേക്ക് കയറ്റി അയക്കുമായിരുന്നു. എന്ന് പറഞ്ഞാൽ അതിനും വേണ്ടിയുള്ള പ്രൊഡക്ഷൻ ഉണ്ടായിരുന്നു, എക്സ്പോർട്ട് ചെയ്യാനുള്ള പ്രൊഡക്ഷൻ തന്നെ അവർക്ക് ഉണ്ടായിരുന്നു എന്ന് പറയാം. ഓക്കെ, കോട്ടൺ, ഓറഞ്ച്, ബനാന, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എന്ത് ചെയ്യും, ഇവരിവിടെ പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യും, ഇവരിത് എക്സ്പോർട്ട് ചെയ്യുകയും ചെയ്യും. അതും യൂറോപ്യൻ കൺട്രീസുമായിട്ടായിരുന്നു അവർ ട്രേഡ് നടത്തിയിരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് അഗ്രികൾച്ചറിൽ അറിയേണ്ട കാര്യങ്ങൾ. എന്തൊക്കെയാണ് അഗ്രികൾച്ചറിൽ? ഒന്ന്, അഗ്രികൾച്ചറൽ ലാൻഡുകൾ എന്നൊക്കെ പറയുന്നതിന് സ്റ്റേറ്റ് നല്ല ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നു. അല്ലെ, പുതിയതായിട്ട് ക്യാപ്ചർ ചെയ്യുന്ന, അതായത് പിടിച്ചെടുക്കുന്ന ടെറിട്ടറീസിലും എന്ത് ചെയ്തു, അഗ്രികൾച്ചർ അവർ എക്സ്റ്റെൻഡ് ചെയ്തു. ലാൻഡ് എന്ന് പറയുന്ന അല്ലെങ്കിൽ അഗ്രികൾച്ചറൽ ലാൻഡ് എന്ന് പറയുന്ന ആരുടെ കൺട്രോളിൽ തന്നെ ആയിരിക്കും, അണ്ടർ ദ സ്റ്റേറ്റ് കൺട്രോൾ, സ്റ്റേറ്റിന്റെ കൺട്രോളിലായിരിക്കും അത് വരുന്നത്. അല്ലെ, ഇനി മെയിൻ സോഴ്സ് ഓഫ് ഇൻകം, അതായത് എംപയറിന്റെ വരുമാനം എന്ന് പറയുന്നത് ലാൻഡ് ടാക്സ് തന്നെയായിരുന്നു. ഓക്കെ, അതുകൊണ്ട് തന്നെ രണ്ട് തരം ടാക്സുകൾ നമുക്ക് അവിടെ കാണാൻ പറ്റും. നോൺ മുസ്ലിംസ് അടച്ചിരുന്ന ടാക്സും ഉണ്ട്, മുസ്ലിംസ് അടച്ചിരുന്ന ടാക്സും ഉണ്ട്. നോൺ മുസ്ലിംസ് അടച്ചിരുന്ന ടാക്സ് എന്ന് പറയുന്നതാണ് ഖരാജ് എന്ന് പറയുന്ന ടാക്സ് ആണ്. ഓക്കെ, ഖരാജിന്റെ പ്രത്യേകത എന്താണ്, 1/5 വരെ അടക്കേണ്ടി വരും. അല്ലെങ്കിൽ അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നതിന്റെ പകുതി ഭാഗവും ചിലപ്പോൾ എന്ത് ചെയ്യും, ടാക്സ് ആയിട്ട് അടക്കേണ്ട അവസ്ഥ വരെ വന്നിട്ടുണ്ട്. ഇനി അതൊന്നും. എന്നാൽ മുസ്ലിംസിലേക്ക് വരുമ്പോൾ എന്ത് പറ്റും, അവർക്ക് ടാക്സ് കുറവാണ്. അല്ലെ, അവിടെ 1/5 അടയ്ക്കുമ്പോൾ ഇവർ എന്ത് ചെയ്താൽ മതി, ഇവിടെ 10 അടച്ചാൽ മതി. മറ്റൊരു 5 അടച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ 10 ടാക്സ് അടച്ചാൽ മതി. അല്ലെ, അപ്പോൾ ടാക്സ് മറ്റതിന്റെ പകുതിയാണ് മുസ്ലിംസിന് എന്ന് പറയാം. അവരുടെ ടാക്സിനെ വിളിക്കുന്നതാണ് അഷർ എന്ന് പറയുന്ന പേരിൽ. അല്ലെ, അങ്ങനെ വന്നപ്പോൾ എന്ത് ചെയ്തു, ആൾക്കാർ പലരും എന്തിലേക്ക് കൺവേർട്ട് ആവാൻ തുടങ്ങി, മുസ്ലിംസ് ആയിട്ട് കൺവേർട്ട് ആവാൻ തുടങ്ങി. അതിൽ നിന്ന് അവർ കണ്ടിരുന്ന ഒരു ലാഭം എന്തായിരുന്നു, ടാക്സ് എന്ന് പറയുന്നത് വളരെ കുറച്ച് അടച്ചാൽ മതിയാവും. അല്ലെ, അങ്ങനെ എന്ത് ചെയ്തു, പലരും ഈ പറയുന്ന മുസ്ലിം കമ്മ്യൂണിറ്റിയിലേക്ക് കൺവേർട്ടായി. ഓക്കെ, അപ്പം മുസ്ലിം റിലീജിയൻ വളർന്നു, പക്ഷേ സ്റ്റേറ്റിന്റെ ഒരു പ്രശ്നം പറ്റി, എന്താണ്, അവർക്ക് വേണ്ട വരുമാനം ഇല്ലാതായി. അല്ലെ, ടാക്സേഷൻ എന്ന് പറയുന്നത് രണ്ട് രീതിയിലായിരുന്നുകൊണ്ട് കുറഞ്ഞ ടാക്സിലേക്ക്
ആവാൻ വേണ്ടിയിട്ട് ആൾക്കാരെല്ലാം മുസ്ലിം റിലീജിയനിലേക്ക് കൺവേർട്ട് ആയി. അതോടുകൂടി സ്റ്റേറ്റിന്റെ റവന്യൂ അതനുസരിച്ച് കുറയാൻ തുടങ്ങി. അങ്ങനെ എന്ത് ചെയ്തു? ആ ഒരു ടാക്സേഷൻ പോളിസി അവർ കട്ട് ചെയ്തു. പകരം ഏത് രീതിയിൽ കൊണ്ടുവന്നു? യൂണിഫോം ടാക്സേഷൻ കൊണ്ടുവന്നു. യൂണിഫോം ടാക്സേഷൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരേപോലുള്ള ടാക്സേഷൻ തന്നെ കൊണ്ടുവന്നു, അല്ലെ? പിന്നെ നമ്മൾ പറഞ്ഞത് അഗ്രികൾച്ചറിന്റെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് കൊണ്ടുവന്ന പോളിസികളാണ്. അതിൽ ആദ്യമേ പറയേണ്ട സ്റ്റേറ്റ് എന്ന് പറയുന്നത് അങ്ങേയറ്റം എന്ത് ചെയ്തിരുന്നു? അഗ്രികൾച്ചറിനെ പ്രൊമോട്ട് ചെയ്തിരുന്നു, സപ്പോർട്ട് ചെയ്തിരുന്നു, അല്ലെ? അഗ്രികൾച്ചറിന്റെ കൃഷിയുടെ വ്യാപനത്തിന് വേണ്ടിയിട്ട് അവര് ജലസേചന പദ്ധതികൾ കൊണ്ടുവന്നു, അല്ലെ? ഫണ്ട് സ്റ്റേറ്റ് തന്നെ കൊടുത്തു. കനാലുകൾ, അതുപോലെ വെൽസ്, ടാങ്ക്, അല്ലെ? കിണറുകളും ടാങ്കുകളും കനാലുകളും ഒക്കെ നിർമ്മിച്ചു. പിന്നെ ഈ പറഞ്ഞതുപോലെ ലാൻഡിന്റെ ഡിസ്ട്രിബ്യൂഷൻ, അതുപോലെ തന്നെ ലാൻഡ്, അഗ്രികൾച്ചറൽ ലാൻഡ് ആണെങ്കിൽ അതിന്റെ ടാക്സ് എന്ത് ചെയ്തു? കുറച്ചു കൊടുത്തു. അപ്പം വെറുതെ ഇട്ടിരിക്കുന്ന ലാൻഡുകളിലെല്ലാം ആൾക്കാർ എന്ത് ചെയ്യാൻ തുടങ്ങി? അഗ്രികൾച്ചർ സ്റ്റാർട്ട് ചെയ്തു, അല്ലെ? പിന്നെ ടെക്നോളജിക്കൽ ഡെവലപ്മെന്റ് ഇല്ലാഞ്ഞിട്ട് കൂടിയും ഈ പറയുന്ന ഇസ്ലാമിക് എംപയറിൽ അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ വളരെയധികം കൂടി. എന്തുകൊണ്ടാണ്? ഔട്ട് ഓഫ് 2 factors. ചാതേ, വൺ ഈസ് സ്റ്റേറ്റ് സപ്പോർട്ട്, അല്ലെ? ഒന്നെന്ന് പറയുന്നത് സ്റ്റേറ്റ് കൊടുക്കുന്ന സപ്പോർട്ടാണ്, അഗ്രികൾച്ചറിന് കൊടുത്ത സപ്പോർട്ട്. ആൻഡ് സെക്കൻഡ് ഈസ് പേഴ്സണൽ ഇനിഷ്യേറ്റീവ് ടേക്കൻ ബൈ ദ ഫാമേഴ്സ്, അല്ലെ? ഈ പറയുന്ന കൃഷിക്കാർ തന്നെ എന്ത് ചെയ്തു? അവരും ഈ പറഞ്ഞ പോലെ വളരെ ഉത്സാഹത്തോടു കൂടി തന്നെ പ്രൊഡക്ഷൻ നടത്താൻ തുടങ്ങി. ഓക്കെ. പിന്നെ ഈ പറഞ്ഞ പോലെ എക്സ്പോർട്ടിന് വേണ്ടി യൂസ് ചെയ്യുന്ന ചില നല്ല ക്രോപ്സ് കൂടി ഉണ്ടായിരുന്നു, അല്ലെ? ബനാന, ഓറഞ്ച് പോലുള്ള സാധനങ്ങളൊക്കെ. അപ്പം മെയിൻ പോയിന്റ്സ് മാത്രം നോട്ട് ചെയ്യാണ്. ഒന്ന്, അഗ്രികൾച്ചർ, അല്ലെ? അഗ്രികൾച്ചറൽ ലാൻഡ് എന്ന് പറയുന്നത് കൺട്രോൾ ചെയ്തിരുന്നത് ആരാണെന്നുള്ളതാണ്. ലാൻഡ് കൺട്രോൾഡ് ബൈ സ്റ്റേറ്റ്, സ്റ്റേറ്റിന്റെ കൺട്രോളിലാണ്. ഇനി അഗ്രികൾച്ചർ എന്ന് പറയുന്നത് അവർ എവിടേക്ക് കൂടെ വ്യാപിപ്പിച്ചു? ദേ എക്സ്റ്റെൻഡഡ് ദ അഗ്രികൾച്ചർ ടു ദ ന്യൂലി ക്യാപ്ചേർഡ് ടെറിട്ടറീസ്, അല്ലെ? പുതിയതായി പിടിച്ചെടുത്ത ടെറിട്ടറികളിലേക്ക് എന്ത് ചെയ്തു? ഇത് വ്യാപിപ്പിക്കുകയും ചെയ്തു. ഓക്കെ. എക്സ്റ്റെൻഡഡ് ടു ന്യൂലി ക്യാപ്ചേർഡ് ടെറിട്ടറീസ്. ഇനി അടുത്തത് ടാക്സേഷൻ ആണ്, അല്ലെ? അതായത് സ്റ്റേറ്റിന്റെ മെയിൻ സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറയുന്നത് എന്താണെന്നുള്ളതാണ്. മെയിൻ സോഴ്സ് ഓഫ് ഇൻകം ഏത് തന്നെയാണ്? ലാൻഡ് ടാക്സ്, അല്ലെ? ലാൻഡിൽ നിന്ന് കിട്ടുന്ന ടാക്സ് ആയിരുന്നു അവരുടെ മെയിൻ സോഴ്സ് ഓഫ് ഇൻകം. ഇനി ടാക്സ് എന്ന് പറയുന്നത് 2 തരം, അല്ലെ? പെയ്ഡ് ബൈ നോൺ മുസ്ലിംസ്. നോൺ മുസ്ലിംസ് പേ ചെയ്യുന്ന ടാക്സ് ഏതാണ്? ഖരാജ് എന്ന് പറയുന്ന ടാക്സ് ആണ്. ഖരാജ്, അല്ലെ? ഖരാജിന്റെ പ്രത്യേകത എന്താണ്? 1/5 എന്ന് പറയുന്ന ഒരു ടാക്സ് ആയിട്ട് അടയ്ക്കണം, അല്ലെ? ഇനി അതേ സമയത്ത് മുസ്ലിംസ് ആണെങ്കിൽ അവരടയ്ക്കേണ്ട ടാക്സ് ആണ് അഷർ, അല്ലെ? അതിന്റെ പ്രത്യേകത 1/10 മാത്രം അടച്ചാൽ മതി, അല്ലെ? ഓക്കെ. ഇനി ഇതുകൊണ്ട് തന്നെ എന്ത് പറ്റി? പീപ്പിൾ സ്റ്റാർട്ടഡ് ടു കൺവേർട്ട് ദംസെൽവ്സ് ടു മുസ്ലിം റിലീജിയൻ. കൺവേർഷൻ ആണ്. ഇസ്ലാമിക് റിലീജിയൻ എന്നോ അല്ലെങ്കിൽ മുസ്ലിം റിലീജിയൻ എന്നുള്ളത് എഴുതുക. അപ്പോൾ അതിൽ നിന്ന് അവർക്ക് കിട്ടിയ ഗുണം എന്താണ്? ലെസ് ടാക്സ് അടച്ചാൽ മതി, അല്ലെ? അപ്പോൾ ലെസ് ടാക്സേഷൻ വന്നപ്പോൾ സ്റ്റേറ്റിന് എന്ത് പറ്റി? റവന്യൂ ബിഗെയിം, അല്ലെ? അവരുടെ വരുമാനം എന്ന് പറയുന്നത് ലോ ആയി. അങ്ങനെ ലോ ആയപ്പോൾ എന്ത് ചെയ്തു? ഈ ടാക്സേഷൻ പദ്ധതി എടുത്ത് കളഞ്ഞു, അല്ലെ? എന്ത് ചെയ്തു? രണ്ടിനെയും കൂടെ മാറ്റിയിട്ട് യൂണിഫോം ടാക്സേഷൻ കൊണ്ടുവന്നു. അതായത് മുസ്ലിംസിനും നോൺ മുസ്ലിംസിനും എല്ലാം ഒരേപോലെയുള്ള ടാക്സേഷൻ. ഓക്കെ, ഇത്രയേ ഉള്ളൂ നമ്മൾ ആദ്യം പറഞ്ഞ ടോപ്പിക്കിന്റെ മെയിൻ പോയിന്റ്സ്. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞത് പ്രൊഡക്ഷന്റെ കാര്യമാണ്, അല്ലെ? പ്രൊഡക്ഷന്റെ കാര്യത്തിൽ അറിയേണ്ടത് മെയിൻ പോയിന്റ്സ് എന്ന് പറയുന്നത്, ഒന്ന്, സ്റ്റേറ്റ് തന്നെ എന്ത് ചെയ്തു? ഫണ്ട് കൊടുത്തു, അഗ്രികൾച്ചറിന് വേണ്ട ഫണ്ട്, അല്ലെ? സ്റ്റേറ്റ് തന്നെ എന്ത് ചെയ്തു? ഇറിഗേഷൻ
ഇനി ഇറിഗേഷൻ മാത്രമാണോ? ഇറിഗേഷന് വേണ്ടിയിട്ട് അവർ എന്തൊക്കെ കാര്യങ്ങളാ കൊണ്ടുവന്നത്? ടാങ്കുകൾ, അല്ലെ, നിർമ്മാണ പ്രവർത്തനങ്ങളാണ്. കനാൽസ്, വെൽസ്, കിണറുകൾ, അല്ലെ, ഇതെല്ലാം അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഇനി അഗ്രികൾച്ചർ എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കാര്യം കൂടെ ചെയ്തു. എന്താണ്? അതായത് സാധാരണ ലാൻഡുകൾക്കാണെങ്കിൽ ടാക്സ് കൂടുതൽ അടയ്ക്കണം, എന്നാൽ അഗ്രികൾച്ചറൽ ലാൻഡുകൾക്ക് ടാക്സ് എന്ത് ചെയ്തു? കുറച്ചു കൊടുത്തു, അല്ലെ. അപ്പോ ടാക്സ് ഫോർ agricultural land was reduced. അപ്പൊ എന്ത് ചെയ്തു? ഇതിന്റെ ഭാഗമായിട്ട് ആൾക്കാർ എന്ത് ചെയ്തു? അവരുടെ ലാൻഡുകളെല്ലാം എന്ത് ലാൻഡാക്കി കൺവേർട്ട് ചെയ്തു? അഗ്രികൾച്ചറൽ ലാൻഡാക്കി, അല്ലെ. സോ എക്സ്റ്റൻഷൻ ഓഫ് അഗ്രികൾച്ചർ അവിടെ സംഭവിച്ചു. ഓക്കെ. ഇനി അടുത്തത്, അവിടെയും കാര്യങ്ങൾ കഴിഞ്ഞില്ല, അല്ലെ. ഇനി വരുന്നതെന്ന് പറയുന്നത്, ഇവര് കൂടുതലായിട്ടും വലിയ ടെക്നോളജിക്കൽ ആയിട്ടുള്ള അഡ്വാൻസ്മെന്റ് ഒന്നും ഇല്ലെങ്കിൽ കൂടിയും എന്ത് പറ്റി? ഇവരുടെ അഗ്രികൾച്ചർ എക്സ്റ്റെൻഡ് ചെയ്തു, അല്ലെ. നോട്ട് മച്ച് ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ്, അല്ലെ, വലിയ അഡ്വാൻസ്മെന്റ് ഒന്നും ഉണ്ടായില്ല. എങ്കിലും എന്തു പറ്റി? ബട്ട് പ്രൊഡക്ഷൻ എക്സ്റ്റെൻഡഡ്. എന്തുകൊണ്ടാണ്? രണ്ട് കാര്യങ്ങളുകൊണ്ടാണ്, അല്ലെ. 2 ഫാക്ടേഴ്സിന്റെ അടിസ്ഥാനത്തിലാണ്. ഒന്ന്, സ്റ്റേറ്റ് സപ്പോർട്ട്, അഗ്രികൾച്ചറിന് സ്റ്റേറ്റ് കൊടുത്ത സപ്പോർട്ട്. രണ്ടെന്ന് പറയുന്നത് ഇനിഷ്യേറ്റീവ് ഓഫ് ഫാമേഴ്സ്. ഫാമേഴ്സ് സ്വന്തമായിട്ടെടുത്ത ഇനിഷ്യേറ്റീവ് ഉണ്ട്. അതുപോലെ മെയിനായിട്ട് അവരുടെ എക്സ്പോർട്ട്, അഗ്രികൾച്ചറൽ എക്സ്പോർട്ട് എന്ന് പറയുന്നത് യൂറോപ്യൻ കൺട്രീസിലേക്കായിരുന്നു. അതും കൂടുതലായിട്ട് അവർ എക്സ്പോർട്ട് ചെയ്യുന്നത് കോട്ടൺ, ഓറഞ്ച്, ബനാന പോലുള്ള ഐറ്റംസ്. ഓക്കെ. ഇത്രയാണ് നമ്മുടെ ഈ ചാപ്റ്ററിൽ അഗ്രികൾച്ചറുമായിട്ട് ഡീൽ ചെയ്യുന്ന ഇത്ര പോയിന്റ്സേ ഉള്ളൂ. ഓക്കെ, എളുപ്പമാണ്, വലിയ കാര്യങ്ങളൊന്നുമില്ല. ഇനി അടുത്തത്, ഇസ്ലാമിക് എംപയറിൽ ഉള്ള അർബനൈസേഷൻ ആണ്. എന്ന് പറഞ്ഞാൽ സിറ്റികളുടെയും ടൗണുകളുടെയൊക്കെ വളർച്ചയാണ് ഇനി നമുക്ക് അറിയേണ്ടത്. ഓക്കെ, അപ്പൊ അതില് ഒന്ന് നമ്മൾ കണ്ടതാണ്, അല്ലെ. ഈ പറയുന്ന ഇസ്ലാമിക് എംപയർ എന്ന് പറയുന്നത് അത്യാവശ്യം വളരെ വാസ്റ്റ് ആയിട്ടുള്ള ഒരു എംപയർ ആണ്. ഓക്കെ, അപ്പൊ അവിടെ ഈ പറഞ്ഞ പോലെ അറബ് എംപയർ എന്ന് പറയുന്നത് എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ടേയിരിക്കുന്ന ഒരു എംപയർ ആയിട്ട് മാറി. ഇതിനോടൊപ്പം തന്നെ ഒരുപാട് ടൗൺഷിപ്പുകളും ഒരുപാട് സിറ്റീസും ഒക്കെ എന്ത് ചെയ്തു? ഡെവലപ്പ് ചെയ്ത് വരാൻ തുടങ്ങി. നമ്മൾ ഈ ചാപ്റ്റർ പഠിച്ചു തുടങ്ങിയപ്പോഴേ 1-2 തരം സിറ്റീസിനെ കുറിച്ച് നമ്മൾ പഠിച്ചായിരുന്നു. ഈ സോൾജിയേഴ്സ് ഒക്കെ താമസിച്ചിരുന്ന പ്ലേസുകളെല്ലാം സിറ്റീസ് ആയിട്ട് മാറിയെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. സോൾജിയേഴ്സ് റിസൈഡ് ചെയ്യുന്ന പ്ലേസിന് എക്സാമ്പിൾ നമ്മൾ പഠിച്ചായിരുന്നു. ഓക്കെ, അതിനെ നമ്മൾ വിളിക്കുന്ന ഗാരിസൺ സിറ്റികൾ എന്നാണ്. അതായത് സോൾജിയേഴ്സ് താമസിക്കുന്ന അവരുടെ താമസ സ്ഥലമുള്ള പ്ലേസിന് നമ്മൾ പറയുന്നതാണ് ഗാരിസൺ സിറ്റികൾ. ഓക്കെ, സോ the cities where the soldiers resided came to be known as garrison cities. Garrison cities in example ആണ് കുഫ, അതുപോലെ തന്നെ ബസ്ര. കുഫ, ബസ്ര എന്നൊക്കെ പറയുന്ന ഇറാഖിൽ ഉണ്ടായിരുന്ന സിറ്റികൾ എന്ന് പറയുന്നത് ഗാരിസൺ സിറ്റീസ് ആണ്. ഓക്കെ, അതുപോലെ തന്നെ കെയ്റോ, ഈജിപ്തിൽ ഉണ്ടായിരുന്ന കെയ്റോ ഒക്കെ ഇതിന് എക്സാമ്പിൾ ആണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഡെവലപ്പ് ചെയ്ത് വന്ന കുറച്ച് സിറ്റികളുണ്ട്, സോൾജിയേഴ്സിന്റെ സിറ്റീസ് അല്ലെങ്കിൽ സോൾജിയേഴ്സ് താമസിക്കുന്ന സിറ്റീസ് എന്ന് പറയുന്നത്. ഇനി അതുപോലെ തന്നെ മെയിനായിട്ടും നമുക്ക് ഈ പറയുന്ന പോലെ സിറ്റിയുടെയൊക്കെ ഹൃദയഭാഗത്ത് കാണാൻ പറ്റുന്ന 1-2 ഇമ്പോർട്ടൻറ്റ് ബിൽഡിങ്സ് ഒക്കെ ഉണ്ട്. ഒന്നെന്ന് പറയുന്നത് സെൻട്രൽ, അതായത് സിറ്റിയുടെ മധ്യഭാഗത്തായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന പറയുന്ന വലിയ മോസ്കുകളാണ്. ഓക്കെ, വലിയ വലിയ മോസ്ക് ഉണ്ടായിരിക്കും ഒന്ന്. അതുപോലെ മാർക്കറ്റ് പ്ലേസുകൾ ഉണ്ടാവും. ഓക്കെ, മാർക്കറ്റ് പ്ലേസിന്റെ ഒക്കെ പ്രത്യേകത അറിയാലോ. മാർക്കറ്റ് പ്ലേസ് ആകുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും? ആൾക്കാർ വിൽക്കാനും വാങ്ങാനും വരും, അല്ലെ. ചില ആൾക്കാർ മാർക്കറ്റിന്റെ അടുത്ത് തന്നെ എന്ത് ചെയ്യും? താമസക്കാരാവും, മെർച്ചൻസ് വരും, ട്രേഡേഴ്സ് വരും. എന്ന് പറഞ്ഞാൽ പോപ്പുലേഷൻ എന്ത് ചെയ്യും? എപ്പോഴും ഇൻക്രീസ് ചെയ്യും, അല്ലെ. പോപ്പുലേഷൻ ഇൻക്രീസ് ചെയ്യുന്നു, ട്രേഡ് ഇൻക്രീസ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ആ സ്ഥലം എന്തായിട്ട് മാറി എന്നാണ് അർത്ഥം? സിറ്റിയോ ടൗൺഷിപ്പോ ഒക്കെ ആയി മാറിക്കഴിഞ്ഞു എന്നാണ് അർത്ഥം, അല്ലെ. അപ്പോൾ
സിറ്റിയുടെ മധ്യഭാഗത്തായി അല്ലെ നമുക്ക് കാണാൻ പറ്റുന്ന പ്രധാനപ്പെട്ട ബിൽഡിങ്ങുകൾക്ക് എക്സാമ്പിൾ ആണ് ഈ പറഞ്ഞതുപോലെ ഒന്നെന്ന് പറയുന്നത് അവിടെയുള്ള മോസ്ക് ആണ്, അതുപോലെ തന്നെ ചർച്ചുകൾ ഉണ്ടാവും, ഒപ്പം ഈ മാർക്കറ്റ് പ്ലേസുകൾ. ആ മാർക്കറ്റ് പ്ലേസ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരുപാട് ഷോപ്പുകൾ ഉണ്ടാവും അല്ലെ. അപ്പോൾ മെർച്ചൻസും ട്രേഡേഴ്സും ഒക്കെ അവിടെ വരും. ഇനി ഈ സിറ്റിയുടെ നമ്മൾ ഈ പറഞ്ഞതുപോലെ അതിൻ്റെ ഒരു മധ്യഭാഗത്ത് താമസിച്ചിരുന്നത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെയിൻ ആയിട്ടും അഡ്മിനിസ്ട്രേറ്റേഴ്സ്, ഭരണാധികാരികൾ, രണ്ട് മെർച്ചൻസ് ഗ്രൂപ്പ്, അവർ താമസിച്ചിരുന്നത് ഈ പറയുന്ന മധ്യഭാഗത്തായിട്ട് വരുന്ന സ്ഥലത്ത് തന്നെയാണ്. അതുപോലെ ട്രേഡേഴ്സിന്റെ ഗ്രൂപ്പ്, പിന്നെ സ്കോളേഴ്സ്, ഇങ്ങനെയുള്ള ആൾക്കാരാണ് സിറ്റിയുടെ ഹൃദയഭാഗത്ത് എന്ത് ചെയ്യുന്നത് താമസം ആക്കിയിരുന്ന ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഇനി അത് കഴിഞ്ഞ് ഈ സിറ്റിയുടെയൊക്കെ ഇന്നർ ഏരിയ വിട്ട് കുറച്ച് ഔട്ടർ പ്ലേസിലേക്ക് വരുമ്പോഴാണ് നമുക്ക് കോമൺ പീപ്പിളിന്റെ താമസ സ്ഥലങ്ങൾ കാണാൻ പറ്റുന്നത്. കോമൺ പീപ്പിളിന്റെ താമസ സ്ഥലങ്ങളിൽ അവർക്ക് അവരുടേതായ ചർച്ചുകളും അവരുടേതായ മോസ്കും അവരുടേതായ മാർക്കറ്റ് പ്ലേസും ഒക്കെ സെപ്പറേറ്റ് അവർക്ക് വേണ്ടിയുണ്ട്. ഓക്കെ, ഇനി ഇതിൽ നിന്നും കുറെ കൂടെ ഔട്ടർ ആയിട്ടുള്ള സ്പേസിലാണ് നമ്മൾ ഈ പറഞ്ഞ ഗാരിസൺ സിറ്റികളുള്ളത്. സോൾജേഴ്സ് ഒക്കെ താമസിക്കുന്നതെന്ന് പറയുന്നത് അതിൽ നിന്ന് കുറെ കൂടെ ഔട്ടർ ആയിട്ടാണ്. ഇനി സിറ്റിയുടെ ഏറ്റവും ഔട്ടർ മോസ്റ്റ് പോർഷനിൽ താമസിച്ചിരുന്നതെന്ന് പറയുന്നത് പുവർ പീപ്പിൾ ആണ്. ഓക്കെ, പാവപ്പെട്ട ആൾക്കാരെന്ന് പറയുന്നത് സിറ്റിയുടെ ഔട്ട്ലൈനിങ് ഏരിയാസിൽ താമസിക്കുന്ന ആൾക്കാരാണ്. ഓക്കെ, അപ്പോൾ അവർക്ക് അവരുടേതായ ഈ പറഞ്ഞതുപോലെ ചെറിയ ചെറിയ മാർക്കറ്റും ഷോപ്പും ഒക്കെ ആയിട്ട് അവരും അവിടെ കഴിഞ്ഞുകൂടി. ഇനി സിറ്റി എന്ന് പറയുന്നത് മിക്കവാറും വാൾസ്, അതായത് വലിയ മതിലുകൾ കെട്ടി പ്രൊട്ടക്ട് ചെയ്തിരിക്കും. ഓക്കെ, ആ മതിലുകൾക്ക് പുറത്താണെങ്കിൽ, ഔട്ട്സൈഡ് ദ സിറ്റി ആണെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്നതെന്ന് പറയുന്നത് ആൾക്കാർക്ക് റെസ്റ്റ് ചെയ്യാനുള്ള പ്ലേസുകളാണ്. ഓക്കെ, അതായത് ദൂരയാത്രയൊക്കെ കഴിഞ്ഞ് വരുന്നവർക്കോ അല്ലെങ്കിൽ ദൂര യാത്ര ട്രാവൽ ചെയ്ത് ഈ സ്ഥലം പാസ് ചെയ്ത് പോകുന്നവർക്കോ ഒക്കെ റെസ്റ്റ് ചെയ്യാനുള്ള റെസ്റ്റ് ഹൗസസ് ഉണ്ട്. അതിനാണ് ഇൻ എന്ന് വിളിക്കുന്നത്, INN എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ വീടുകൾ പോലെയുള്ള അല്ലെങ്കിൽ ചെറിയ ചെറിയ ഷെഡുകൾ പോലെയൊക്കെ അവർ കെട്ടിയിട്ടിട്ടുണ്ടായിരുന്നു റെസ്റ്റ് പ്ലേസിന് വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ അവരുടെ സിറ്റീസിന്റെ അല്ലെങ്കിൽ അർബനൈസേഷൻ അല്ലെ, നഗരവൽക്കരണം എന്ന് പറയുന്നതിനെ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ആദ്യം പറയേണ്ടത് എന്താണ്, ഇസ്ലാമിക് എംപയർ എന്ന് പറയുന്ന വളരെ വാസ്റ്റ് ആയിട്ടുള്ള അർബൻ ആയിട്ടുള്ള ഒരു എംപയർ തന്നെ ആയിട്ട് ഡെവലപ്പ് ചെയ്തു വന്നു അല്ലെ. അത്യാവശ്യം പ്രോസ്പറസ് ആയ സമ്പന്നമായ ഒരു എംപയർ ആയിരുന്നു. അതുകൊണ്ട് തന്നെ സിറ്റീസും ടൗൺഷിപ്പും ഒക്കെ ഒരുപാടുണ്ടായിരുന്നു. ഇനി ആദ്യ കാലഘട്ടം മുതലേ ഡെവലപ്പ് ചെയ്തു വന്ന സിറ്റീസ് എന്ന് പറയുന്നത് എന്താണ്, ഗാരിസൺ സിറ്റികളാണ്. എന്താണ് ഗാരിസൺ സിറ്റി? വാട്ട് ഡു യു മീൻ ബൈ ദ ടേം ഗാരിസൺ സിറ്റി? The cities where the soldiers resided came to be known as the garrison cities അല്ലെ. അതായത് ഈ പറയുന്ന പോലെ പട്ടാളക്കാർ താമസിച്ചിരുന്ന അവരുടെ സിറ്റികളെ വിളിക്കുന്നതാണ് ഗാരിസൺ സിറ്റികൾ. ഓക്കെ, അതിന് എക്സാമ്പിൾ ആണ് ഇറാഖിലുള്ള ഗാരിസൺ സിറ്റികൾക്ക് എക്സാമ്പിൾ ആണ് കുഫ, ബസ്ര. ഇനി ഈജിപ്തിലുള്ള ഒരു എക്സാമ്പിൾ ആണ്, സിറ്റിക്ക് ഒരു എക്സാമ്പിൾ ആണ് കെയ്റോ എന്ന് പറയുന്നത്. ഓക്കെ, അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ അർബൻ ഏരിയാസിന്റെ അല്ലെ, സിറ്റികളുടെയൊക്കെ ഹൃദയഭാഗത്ത് മധ്യഭാഗത്തായിട്ട് കാണാൻ പറ്റുന്നതെന്ന് പറയുന്നത് മോസ്കുകളും അല്ലെ, വലിയ മോസ്കുകളും അതുപോലെ ചേർച്ചുകളും ഒക്കെ കാണാൻ പറ്റും. ഒപ്പം മാർക്കറ്റ് പ്ലേസസ്, ഷോപ്പുകൾ. ഇനി ആ ഏരിയയിൽ കൂടുതലായി താമസിക്കുന്നതെന്ന് പറയുന്നത് അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആണ്. അവരോടൊപ്പം മെർച്ചൻസും ട്രേഡേഴ്സും സ്കോളേഴ്സും ഒക്കെയാണ് ആ ഒരു മിഡിൽ ഏരിയയിൽ താമസിക്കുന്നത് അല്ലെ. അതിൽ നിന്നും ഔട്ടർ സ്പേസിലാണ് കോമൺ പീപ്പിൾ. കോമൺ പീപ്പിളിന് അവരുടേതായ ചർച്ച് ഉണ്ട്, അവരുടേതായ മോസ്ക് ഉണ്ട്, അവരുടേതായ മാർക്കറ്റ് പ്ലേസ് ഉണ്ട് അല്ലെ. അതിൽ നിന്നും ഔട്ടറായിട്ട് താമസിക്കുന്നവരാണ് നമ്മൾ ഈ പറഞ്ഞ സോൾജേഴ്സ് അല്ലെ. ഏറ്റവും ഔട്ടർ പ്ലേസിൽ താമസിക്കുന്നത് പറയുന്ന പൂവർ പീപ്പിൾ ആണ്. ഇനി ആ വാൾസ് അല്ലെ, അതിനെ സംരക്ഷിക്കുന്ന ആ വാൾസിന് അപ്പുറത്ത് താമസിച്ചിരുന്നെന്ന് പറയുന്ന ആരാ? അവിടെ താമസമാക്കിയിരുന്നെന്ന് പറയുന്നത് റെസ്റ്റ് ഏരിയ, അതായത് പുറത്തുനിന്നൊക്കെ വരുന്ന ആൾക്കാർ അല്ലെങ്കിൽ അതുവഴിയൊക്കെ ട്രാവൽ ചെയ്ത് പോകുന്ന ആൾക്കാരൊക്കെ എന്ത് ചെയ്യും, അവർക്ക് റെസ്റ്റ് ചെയ്യാനുള്ള റെസ്റ്റ് പ്ലേസസ് ആണ് അവിടെ ഉണ്ടായിരുന്നത് അല്ലെ. അപ്പൊ അത്രയാണ് മെയിൻ ആയിട്ട് അതിനകത്ത് വരുന്നത്. ഓക്കെ, അർബനൈസേഷൻ മെയിൻ പോയിന്റ്സ്. ഒന്ന്, ഗാരിസൺ സിറ്റികൾ ഓർത്തോളണം. ഞാൻ എക്സാമ്പിൾസ് എഴുതാൻ മറക്കരുത്. ഓക്കെ, ഗാരിസൺ സിറ്റീസിന് എക്സാമ്പിൾ കുഫ, ബസ്ര. ഇനി ഈ പറയുന്ന കുഫ, ബസ്ര മാത്രമല്ല അല്ലെ, ഇത് എല്ലാം വരുന്ന എവിടെയാണ്? ലൊക്കേഷൻ എന്ന് പറയുന്നത് ഇറാഖിലൊക്കെയാണ്. എന്നാൽ അത് കഴിഞ്ഞാൽ കെയ്റോ അല്ലെ, കെയ്റോ എന്ന് പറയുന്ന ഈജിപ്റ്റ് ആണ് ലൊക്കേഷൻ. ഇനി ഗാരിസൺ സിറ്റി കഴിയും അല്ലെ. അടുത്തത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സിറ്റിയുടെയൊക്കെ സെന്റർ അല്ലെ, സിറ്റിയുടെയൊക്കെ സെൻട്രൽ ഏരിയാസിൽ കാണാൻ പറ്റുന്നത് എന്തൊക്കെയാണ്? മോസ്ക്, മാർക്കറ്റ് പ്ലേസ്. മാർക്കറ്റ് പ്ലേസിന്റെ പ്രത്യേകത എന്താണ്? ഷോപ്സ് അല്ലെ, ട്രേഡേഴ്സ്. ഇനി സെൻട്രൽ ഏരിയയിൽ കൂടുതൽ താമസമാക്കിയിരുന്ന ഗ്രൂപ്പുകൾ ആരൊക്കെയാണ്? അഡ്മിനിസ്ട്രേറ്റേഴ്സ്,
merchants, scholars, religious scholars ആണ്, പണ്ഡിതന്മാരെന്ന് പറയത്തില്ലേ, ആണ് സ്കോളേഴ്സ്. ഇനി ഔട്ടർ ഏരിയാസിലേക്ക്, അതായത് അതിൽ നിന്ന് കുറച്ചുകൂടെയൊക്കെ ഔട്ടറായിട്ട് താമസിച്ചിരുന്നത് പറയുന്നത് കോമൺ പീപ്പിൾ ആണ്. ഔട്ടർ സ്പേസ്, ഇവിടുത്തെ പ്രത്യേകത എന്താണ്? അവർക്ക് അവരുടേതായ മോസ്ക്, ചർച്ച്, മാർക്കറ്റ് എല്ലാം സെപ്പറേറ്റ് അവർക്കും ഉണ്ടായിരുന്നു. ഇനി ഇത് കഴിഞ്ഞാൽ എന്താണ്? അത് കഴിഞ്ഞാൽ അറിയേണ്ടത് ഈ പറയുന്ന കോമൺ പീപ്പിളിൽ നിന്നും കുറെ കൂടെ അല്ലെ ഔട്ടർ സ്പേസിലേക്ക് കാണുന്നതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഗാരിസൺ സിറ്റികൾ. ഇനി ഏറ്റവും ഔട്ടർ സ്പേസ് അല്ലെ, ഏറ്റവും പുറത്ത് കാണപ്പെടുന്നതെന്ന് പറഞ്ഞാൽ പുവർ പീപ്പിളിന്റെ ഡ്വെല്ലിങ്സ് ആണ്. അവരുടെ ജീവിതമാർഗം കാര്യങ്ങളായിട്ടൊക്കെ അവിടെ കണ്ടിന്യൂ ചെയ്തു പോകുന്നു അല്ലെ. ഇനി ഔട്ട്സൈഡ്, ഔട്ടർ കഴിഞ്ഞു അല്ലെ, ഔട്ട്സൈഡ് ദ വാൾസ്, അതായത് സിറ്റികളുടെയൊക്കെ മതിലുകൾക്ക് പുറത്ത് കാണാൻ പറ്റുന്നതെന്ന് പറയുന്നത് എന്താണ്? റെസ്റ്റ് പ്ലേസസ് അല്ലെങ്കിൽ ഇൻസ് എന്ന് പറയുന്നത് താമസ സൗകര്യങ്ങളുള്ള സ്ഥലങ്ങളാണ്. ഓക്കെ, അപ്പൊ ഇന്നിപ്പോ ഇത്രയാണ് ടോപ്പിക് എന്ന് പറയുന്നത്. ഓക്കെ, അഗ്രികൾച്ചറും അർബനൈസേഷനും ആണ് നമ്മൾ പഠിച്ചത്. ഓക്കെ, ഓർമ്മയുണ്ടല്ലോ. അഗ്രികൾച്ചറിന് വേണ്ടി സ്റ്റേറ്റ് കൊടുത്ത സപ്പോർട്ടുകൾ, അഗ്രികൾച്ചറിന്റെ ടാക്സേഷൻ, 2 ടൈപ്പ് ടാക്സേഷൻ ഉണ്ടായിരുന്നു, ആ ടേംസ് മറന്നു പോകരുത്. ഖരാജും അഷർ അല്ലെ, പിന്നീട് രണ്ടും കൂടെ എന്ത് ചെയ്തു? യൂണിഫോം ആക്കി മാറ്റി. കാരണം എന്താ? ഒരേപോലുള്ള ടാക്സേഷൻ കൊണ്ടുവരാനുള്ള കാര്യം എന്താ? ആൾക്കാരെല്ലാം എന്തിലേക്ക് കൺവേർട്ട് ആവാൻ തുടങ്ങി? ഇസ്ലാം മതത്തിലേക്ക് കൺവേർട്ടായി, സ്റ്റേറ്റിന്റെ റവന്യൂ ഇടിയാൻ തുടങ്ങി അല്ലെ. പിന്നെ നമ്മൾ അഗ്രികൾച്ചറൽ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് സ്റ്റേറ്റ് കൊടുത്ത സപ്പോർട്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഇറിഗേഷൻ്റെ സപ്പോർട്ട് അല്ലെ, അഗ്രികൾച്ചറൽ ലാൻഡുകൾക്ക് ടാക്സ് കുറച്ചു കൊടുക്കാൻ തുടങ്ങി, അവർ എക്സ്പോർട്ട് നടത്തിയിരുന്ന യൂറോപ്യൻ കൺട്രീസിലോട്ടാണെന്ന് പറഞ്ഞു. പിന്നെ ഈ പഠിച്ച അർബനൈസേഷൻ. ഓക്കെ, അപ്പോൾ അത്രയും വരെ നിൽക്കട്ടെ. താങ്ക് യു.